നമ്മളൊക്കെ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നോർത്ത് വ്യാകുലപ്പെടാറുണ്ട്. ഒരിക്കൽ പോലും അതിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തെങ്കിലും വിചാരിച്ചോട്ടെ, അതൊന്നും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ പ്രവർത്തിക്കുക. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ നമുക്ക് ശരിയെന്ന് തോന്നി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താകാനും പാടില്ല, മറ്റൊരാൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകാനും പാടില്ല, അയാൾക്ക് അപകടകരമായി മാറുവാനും പാടില്ല. അങ്ങനെയുണ്ട് കേട്ടോ. നമുക്ക് ശരിയെന്ന് തോന്നി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് ദുഃഖമായി മാറിയാൽ നമ്മൾ പ്രവർത്തിക്കുന്നതില്ല യാതൊരു മൂല്യവുമില്ലെന്നാണ്. അതുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അതെന്തായി മാറുന്നത്, വേറൊരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എന്താണ്, വളരെ നല്ല പ്രവൃത്തികളാണ് കേട്ടോ. അതുപോലെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമെന്ന് ഓർത്ത് നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല കേട്ടോ. അതങ്ങനെ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടാനേ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരുപാട് വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ഭയത്തിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. ഭയം നമ്മുടെ മനസ്സിൽ വേര് പിടിക്കുവാൻ പാടില്ല കേട്ടോ. എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുന്നതുമാണ്. എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നന്മ പ്രവർത്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഭയത്തിന് സ്ഥാനമുണ്ടാവുകയില്ലെന്നാണ് കേട്ടോ. അതുപോലെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ വെച്ച് പുലർത്തുക. നല്ല സുഹൃത്ത് നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ, നല്ല സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ അകാരണമായ ഭയങ്ങളൊക്കെ എന്ത് ചെയ്യും ഇല്ലാതായി മാറുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ ഭയം നമുക്ക് ഉണ്ടാവില്ലെന്നാണ് കേട്ടോ. ഒരിക്കലും തിന്മ പ്രവർത്തിക്കാൻ പാടില്ല. ചെറിയ തിന്മ പോലും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരുപാട് ഭയക്കേണ്ടതായിട്ട് വരും കേട്ടോ. അത് പാടില്ല കേട്ടോ, അത് ഒരിക്കലും പാടില്ല കേട്ടോ. നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയം ഇല്ലാതായി തീരുമെന്നാണ് കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പോൾ തെറ്റായ മാർഗത്തിലൂടെ ജീവിതത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയക്കേണ്ടതായിട്ട് വരും. ആ ഭയം മനുഷ്യനെ ഒരുപാട് പ്രയാസപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് അത് പാടില്ല. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ഭയം നമുക്കുണ്ടാകാൻ പാടില്ല കേട്ടോ. നമുക്കൊക്കെ അങ്ങനെ ഭയം ഉണ്ടാകും, നമ്മൾ നാളെ പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ, അങ്ങനെയൊന്നും ഭയം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതൊക്കെ നാളെകൾ ഞാൻ പറഞ്ഞല്ലോ വിധിവശമാണ്, അത് വിധിയുടെ കൈകളിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അല്ലെങ്കിൽ നേരത്തെ നാളേക്കുള്ള കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കാനും കഴിയില്ല കേട്ടോ. അന്നേരമുള്ള ജീവിത സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ യുക്തിപൂർവമായി നേരിടുക, അത്രയേ ഉള്ളൂ. അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ ജീവിതമാകുന്ന പരീക്ഷണങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് പ്രിപ്പയർഡ് ആവുകയാണ് കേട്ടോ. അതുപോലെ പ്രിപ്പയർഡായിട്ട് ജീവിതമാകുന്ന പരീക്ഷ പാസ്സാവാൻ കഴിയില്ല കേട്ടോ. ജീവിതമാകുന്ന പരീക്ഷ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനനുസരിച്ച് അങ്ങ് അപ്ഡേറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആവുകയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷ. പരീക്ഷണങ്ങളുടെ കൂടമാണ് ജീവിതം കേട്ടോ. തൽക്കാലം നിർത്തുവാണ്. പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടങ്ങ് പറയും, വീഡിയോ ഒരുപാട് വലുതായി പോവും. അപ്പോൾ അപ്ലോഡ് ചെയ്യാനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. നമ്മൾ തൽക്കാലം നിർത്തുവാണ്. അപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ തുടർച്ചയായിട്ട് കാണാം.